Miss Kerala ജയിച്ച സമയം മുതൽ I'm telling you how it helped me is because of my hard work and my determination. By God's grace, I got it. അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അമ്മ കരഞ്ഞു. ഞാനും കരഞ്ഞു. സ്കൂളിലെ ഏറ്റവും ബാക്കി നിൽക്കുന്ന ഞാനാ. ആണുങ്ങൾ എല്ലാവരും വെട്ടിച്ചു കളഞ്ഞു. ബാക്കി എല്ലാവരിൽ നിന്നും ഐ ആം യുണീക്. എന്റെ സൗന്ദര്യം കണ്ടല്ലെങ്കിലും എന്റെ ഹൈറ്റ് കണ്ട് ഒരുപാട് ജഡ്ജ്മെന്റ് നമ്മുടെ ബാക്കിലിരുന്ന് ഓരോന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മൈൻഡ് ചെയ്യണ്ട, ആളുകൾ പലതും പറയും, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. This was actually one of my biggest insecurity. നമ്മൾ എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം കീപ്പ് എ ലിമിറ്റ്. എക്സ്പെക്ടേഷൻസ് നമുക്ക് അൺനെസസറി ആയിട്ട് ഒരു പ്രഷർ വരും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ലൈക്ക്. ഒരു ബുള്ളിങ് ഉണ്ടായിരുന്നു. പീപ്പിൾ യൂസ് ടു കോൾ മീ തോട്ടിക്കോല്, ജിറാഫ്. നീ ഒരു ആണാ അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യണം, നീ ഒരു പെണ്ണാ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ലായിരുന്നു, അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. ഇഷ്ടമുണ്ടായിരുന്നു? ഇഷ്ടമുണ്ടായിരുന്നു. ഞാനിങ്ങനെ എങ്ങനെയും അമ്മയുടെ ഒക്കെ ഇങ്ങനെ കട്ടെടുത്തിട്ട് ആകെപ്പാടെ ഇടുന്ന ഇച്ചിരി ലിബാമായിരിക്കും. അത് മിസ് കേരളയാ, ജാഡയാണ്, അങ്ങനെ ഒയ്യോ ഉള്ള കാര്യം പറയുമോ? ബിക്കോസ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദിസ്. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്? ഒരുപാട് വരാറില്ല, ബിക്കോസ് മൈ ഹൈറ്റ്. നല്ല നല്ല സിനിമകളുടെ പാട്ടാവാൻ പറ്റട്ടെ. ഹൈറ്റ് ഉള്ളവരെ എടുക്കോ. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിയൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിസ് സൗത്ത് ഇന്ത്യ 2025 ആണ്, ലിസ് ജയമൻ ജേക്കബ്. വെൽക്കം. വെൽക്കം, താങ്ക് യു. മിസ് സൗത്ത് ഇന്ത്യ 2025 എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താ പറയാ, ഒരു പ്രൗഡ് ഫീൽ അല്ലേ? ഡെഫിനറ്റ്ലി, വെരി പ്രൗഡ്. ഓൾറെഡി 2022 മിസ് കേരള ആയിരുന്നു, ആൻഡ് അതിന് കുറച്ചുകൂടെ ഒന്ന് മാറ്റി കൂട്ടുന്നു സൗത്ത് ഇന്ത്യ. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ആൻഡ് ഈ ഒരു ക്രൗൺ ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വാട്ട് ഡു യു ഫീൽ? എന്ത് പറയാൻ പറ്റും? I'm feeling very grateful because ലൈഫിൽ ഇതിങ്ങനെ ഐ വാസ് ലീസ്റ്റ് എക്സ്പെക്ടിങ് ഇറ്റ്. ഞാൻ ജസ്റ്റ് ജോബിൽ നിന്നൊക്കെ ഒന്ന് റിസൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര റാൻഡം ആയിട്ട് മിസ് സൗത്ത് ഇന്ത്യയിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ആക്ച്വലി വിൻ, ബിക്കോസ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറുമ്പോൾ അങ്ങനെ കിട്ടുമോ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഐ ജസ്റ്റ് ഹാഡ് 2 weeks ടു പ്രിപ്പയർ എവറിത്തിങ്. അപ്പോൾ ഇൻ മൈ മൈൻഡ് എന്താണെങ്കിലും ഐ വിൽ ജസ്റ്റ് പെർഫോം മൈ ബെസ്റ്റ്, ആ ഒരു രീതിയിലായിരുന്നു. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഗോട്ട് ഇറ്റ്. ഇപ്പം നമ്മൾ ഈ പേജൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേജൻസ്, ഇപ്പം മിസ് കേരള തന്നെ പല രീതിയിൽ, ഇപ്പം മിസ് ക്യൂ ഇൻ കേരള അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സബ് ടൈറ്റിലും കൂടെ കൊടുത്തിട്ട് പല രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ലിസിൻ്റെത് പക്ക ടാഗ്, എല്ലാവരും ഇതിനു മുമ്പ് നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്ന മിസ് കേരള ടാഗ്. ഇതിന്റെ രണ്ടും ഡിഫറൻസ് എന്താ? ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് ഇങ്ങനെ കിട്ടുന്നവർ വരെ ഞാൻ മിസ് കേരള ആണെന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ കാണാറ്. അതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മിസ് കേരള ഇസ് ഫൗണ്ടഡ് ബൈ ഇംപ്രസാരിയോ ഇവന്റ്സ് ഇന്ത്യ. അപ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് വേണം പറയാം, ബിക്കോസ് PSC എക്സാം ബുക്സിൽ എല്ലാം ഇതിന്റെ ഒരു ഇതായിട്ട് വരും. സോ മിസ് കേരള 2022 ആ ബുക്കിലെല്ലാം എൻ്റെ പേര് എഴുതി വരുമായിരുന്നു. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. ഗവൺമെന്റ് ആയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം ഇംപ്രസാരിയോ ഇവന്റ്സിന്റെ, ആൻഡ് അതിലാണ് ബാക്കി എല്ലാ സെലിബ്രിറ്റീസൊക്കെ വന്നത്, ലൈക്ക് ദീപ്തി സതി, റീമ കലിങ്കൽ, ഇവരെല്ലാം ഇതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് മെയിൻലി എന്താ പറയുക, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള. അതെ അതെ, അങ്ങനെ പറയാം. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് വന്നതാ. ദിസ് വാസ് ലൈക്ക് ഫ്രം ദ സ്റ്റാർട്ട്. രഞ്ജിനി ഹരിദാസ് ഒക്കെ വന്നത് ഇതിലായിരുന്നു. ഇതൊരു ഡ്രീം ആയിരുന്നു. ഡെഫിനറ്റ്ലി, ബിക്കോസ് ആ ഒരു ലെഗസി നമുക്ക് കീപ്പ് ഓൺ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒബ്വിയസ്ലി ഐ എം വെരി ഹാപ്പി. ഈ ഒരു ബ്യൂട്ടി പേജന്റ് മത്സരങ്ങളിൽ എങ്ങനെയാണ് യൂഷ്വലി അവർ വുമനെ കൺസിഡർ ചെയ്യുന്നത്? ഒരു വുമൻ എംപവറിംഗ് ആണോ, അതോ സ്റ്റിൽ നമ്മൾ ആ പണ്ട് മുതലേ ഫോളോ ചെയ്തു വരുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനാണ് അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? അല്ല, ഇപ്പം അത് കുറേ അധികം മാറി. ബിക്കോസ് ഞങ്ങളുടെ 21 കണ്ടസ്റ്റൻസിനെ തന്നെ നോക്കിയാൽ മതി, ഞങ്ങളെല്ലാവരും ഓരോരുത്തരും വി ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. സോ അത് തന്നെ is example enough that the beauty standards are changing. നമ്മളിപ്പം more of what we are looking forward is someone who is bold enough to like talk about their dreams, their passion. So that is, I feel like, more important. And നമ്മളെപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കാൻ ഇവർ നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ ഇങ്ങനെ സ്ലെൻഡർ ആയിരിക്കണം, അതിനൊക്കെ കൂടുതൽ ഡോണ്ട് വി ഓൾ വോണ്ട് ടു ബിക്കം ഫിറ്റ് ആൻഡ് ഹെൽത്തി. സോ ദാറ്റ്സ് വാട്ട്സ് ബീയിങ് ലൈക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇത്തരം ഷോസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പൊ ടാലന്റ് ഉള്ള ഒരുപാട് പേര് കാണും, ബട്ട് നമുക്ക് ആ ടാലന്റിന്റെ കൂടെ തന്നെ കുറച്ച് ഗുഡ് കോണ്ടാക്ട്സും കൂടി ആവശ്യമുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു ഹൈറ്റ്സിലോട്ട് പോകാൻ പറ്റുന്നത്?
പേഴ്സണലി ഐ ഡോണ്ട് ഹാവ് എനി കോണ്ടാക്ട്സ് വിത്ത് ദിസ് ഇൻഡസ്ട്രി. സോ മിസ് കേരള ജയിച്ച സമയം മുതൽ ഐ എം ടെലിങ് യു how it helped me is because of my hard work and my determination. So that's what's helped me. നമുക്ക് കോണ്ടാക്ട്സ് ഒക്കെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നേ. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ലൈക്ക് ഇഫ് യു ഹാവ് കോണ്ടാക്ട്സ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ലൈക്ക്. പക്ഷേ ഐ ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ആൻഡ് ഐ വോണ്ട്. ഈ ഒരു എന്താ പറയാ ടൈറ്റിൽ അനൗൺസ് ചെയ്ത സമയത്ത് എന്തായിരുന്നു പേരൻസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ? എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഇനിഷ്യലി അമ്മയും വരാനിരിക്കുമല്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ലൈക്ക് ബാംഗ്ലൂർ വെച്ചല്ലേ, എന്തിനാ വെറുതെ ബസ്സിലേക്ക് കയറി വരുന്നത്, ഇറ്റ്സ് ഓക്കെ. എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ? ഇല്ല, ഇൻ മൈ ഹെഡ് ഐ എം ലൈക്ക് ഐ വിൽ ജസ്റ്റ് പെർഫോം മൈ ബെസ്റ്റ്. ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ, ബിക്കോസ് ഇൻ ദി എൻഡ് പാർട്ടിസിപ്പേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് കിട്ടും, ആ ഒരു ഹോപ്പിൽ മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അവസാനം ഇപ്പോൾ എൻ്റെ ആകെപ്പാടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്തില്ലേ ഐ ഗെറ്റ് റിയലി ടെൻസ്ഡ്. അപ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഐ ആം ഗെറ്റിംഗ് ടെൻസ് ദാറ്റ് അയ്യോ എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ കണ്ടുകൊണ്ട് അമ്മ മാത്രം വന്നു. അപ്പോൾ ജയിച്ച് കഴിഞ്ഞിട്ട് അമ്മ മാത്രം ഉണ്ടായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അമ്മ കരഞ്ഞു. ഞാനും കരഞ്ഞു. ജയിച്ചത് ലൈക്ക് അനൗൺസ് ചെയ്തപ്പോൾ അപ്പം തന്നെ കരയുമായിരുന്നു. അതെ, അമ്മയ്ക്ക് അറിയാലോ എന്തായിരുന്നു ഹാർഡ് വർക്ക്സ്. ഒരു 2 weeks ഞങ്ങള് എൻ്റെ പൊന്നെ ലൈക്ക് രാത്രിന്നൊന്നും ഇല്ലായിരുന്നു. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഡ്രസ്സസ്, ഞങ്ങൾ ഫിനാലെ ഡ്രസ്സ് എല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പൊ ഐ ജസ്റ്റ് ഹാഡ് 2 weeks ഓഫ് ടൈം. സോ ദാറ്റ് വാസ് ലൈക്ക് വെരി ഹാർഡ്. ഞങ്ങളാണെങ്കിൽ ഓരോ ദിവസം 11 മണി വരെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ അവിടെ ഇരിക്കും, ഓരോന്നും ട്രൈ ചെയ്യാനും എല്ലാത്തിനും ഒക്കെ. അത് മുഴുവൻ എനിക്ക് ലൈക്ക് എല്ലാം ഇങ്ങനെ ഗോഡ് കറക്റ്റ് സമയത്ത് നമുക്ക് കൊണ്ടുതരുമെന്ന് പറയത്തില്ലേ, അതുപോലെ ആയിരുന്നു. ബിക്കോസ് കോട്ടയത്ത് നർമ്മദ ഇസ് പ്രിറ്റി ഫേമസ്. അപ്പം നർമ്മദയിൽ ചെന്ന് അവിടുത്തെ ഓണറുമായിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല കൂട്ടാം. അപ്പോൾ പുള്ളിയാണ് മെറ്റീരിയൽസ് മുഴുവൻ തന്നത്. അങ്ങനെ മെറ്റീരിയൽസ് തന്ന് ഹീ കണക്റ്റഡ് us വിത്ത് എ ഡിസൈനർ, ഒരു പെർഫെക്റ്റ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിൻട്രസ്റ്റിൽ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് എന്നെ ചെയ്തു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ അവരത് കൊളാബായിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് വന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ കൊളാബ് ഒക്കെ കിട്ടുന്നതിന് മുമ്പും ഒരുപാട് ഹാർഡ് വർക്ക്സ് ഉണ്ട്. ലൈക് കൊളാബ് ഈസിലി കിട്ടുന്ന ഒരു സാധനം അല്ല. കാരണം ഞാൻ കുറെ പേര് അപ്രോച്ച് ചെയ്തു. ഇവർക്കെല്ലാം പറയാനുള്ള 2 week ഉള്ളൂ, ഈ 2 week വെച്ച് എങ്ങനെ ചെയ്യും, ഇറ്റ്സ് നോട്ട് പോസിബിൾ, വി ആർ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ ഒരു 2-3 പേര് റിജക്ട് ചെയ്തു. ഇതിപ്പോ ഏറ്റുമാനൂർ, എവ്രി വൺ വാസ് സോ സർപ്രൈസ്. ഏറ്റുമാനൂർ നിന്നാണോ ഗൗൺ തയ്ച്ചേ? അതെ, കോട്ടയത്തെ ഏറ്റുമാനൂർ. ഇത്ര അടിപൊളിയായിട്ട്, ബിക്കോസ് മൈ ഗൗൺ വാസ് പ്രിറ്റി ഡിഫറെന്റ് ഫ്രം ബാക്കി എല്ലാവരുടെ. സൗത്ത് ഇന്ത്യൻ ആകുമ്പോഴത്തേക്ക് ഫുൾ സൗത്ത് ഇന്ത്യയിലുള്ള ഡിഫറെന്റ് മോഡൽസ് വരുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ അത്ര ഹൈ ആണോ? പക്ഷെ എന്തോ ഒരു ഭാഗ്യം. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കൊളാബൊക്കെ, അതായത് നമ്മളൊരു ഒരു ഫെയിമിൽ എത്തിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് കൊളാബൊക്കെ വരുന്നത്. ബട്ട് അതിന് മുമ്പാണെങ്കിലും ഒരു മോഡലിംഗ് ഒക്കെ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പറയാ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് അപ്പൊ നല്ലൊരു സപ്പോർട്ടിങ് ഫാമിലി ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. അതെ, അപ്പം ചെറുപ്പം മുതലേ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? സോ മിസ് കേരള ജയിക്കുന്നതിന് മുമ്പ് മൈ പാരൻസ്, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അപ്പായ്ക്ക് അത്രയ്ക്കൊരു ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രി വി ഡോണ്ട് നോ, നീ ജയിക്കുമെന്ന് തന്നെ നമുക്ക് അറിയത്തില്ലല്ലോ. ഹി വാസ് കൈൻഡ് സ്കെപ്റ്റിക്കൽ. പക്ഷെ മിസ് കേരള ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് ഫുൾ ഇൻ. പിന്നെ എല്ലാത്തിനും ഹീസ് ഓൺ പുഷിങ് മീ, നീ പോ നിനക്ക് കിട്ടും, അങ്ങനെ ആ ഒരു രീതിയിൽ. സോ മിസ് കേരള വാസ് ലൈക്ക് എൻ്റെ ഒരു പ്രൂവിങ് ആയിട്ടൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാത്തിനും ദേ ആർ ഓൾസോ ലൈക്ക് വെരി സപ്പോർട്ടീവ്. ഫസ്റ്റ് അപ്പൊ അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു, പിന്നീട് ബാക്കിക്കപ്പോ ഫാമിലി സപ്പോർട്ട്. ബട്ട് ഞാൻ ചോദിക്കട്ടെ, സ്റ്റിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മോഡലിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എനിക്കൊന്ന് റീസെന്റ് ഇയേഴ്സിലാണ് പിന്നെയും ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. പല ഫാമിലീസും അതൊന്നും അക്സെപ്റ്റേ ചെയ്യില്ല. അതൊരു അംബിഷൻ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, അതൊക്കെയാണ്. അപ്പോ ചെറുപ്പത്തില് ഈ പറയുന്ന അംബിഷൻ എന്തായിരുന്നു? ചെറുപ്പത്തിൽ എനിക്ക് മോഡലിംഗ് ഇഷ്ടമായിരുന്നു. ബിക്കോസ് ഐ ആം വെരി ടോൾ, റൈറ്റ്, 5'9". അപ്പൊ എല്ലാവരും എന്നോട് ഇങ്ങോട്ട് വന്ന് പറയും യു ഷുഡ് ബിക്കം എ മോഡൽ, അങ്ങനെ. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ അപ്പായ്ക്ക് അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഉള്ളതായിട്ട് പറഞ്ഞ മിസ് കേരള ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തന്നെ മനസ്സിലായത് ദാറ്റ് ഓക്കെ ഷീ ഈസ് വെരി ഡിറ്റർമൈൻഡ്, ഷീ വാണ്ട്സ് ടു ഡു ദിസ്.
സോ ലെറ്റ്സ് സപ്പോർട്ട് ഹർ. അങ്ങനെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും കൊളാബായിട്ട് ചെയ്യുമ്പോൾ ലൈക്ക് എന്തിനാ കൊളാബ് ചെയ്യുന്നത്, പെയ്ഡ് വർക്ക് ചെയ്യുക അങ്ങനെ ഒരു ഇതായിട്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ പണ്ട് സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ യൂഷ്വലി കണ്ടു വളർന്നൊരു രീതിയാ. ഇപ്പൊ നമ്മൾ ഇത്തിരി ഒന്ന് ഒരുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാല് രാവിലെ മേക്കപ്പ് ചെയ്യാൻ സമയമുണ്ടല്ലോ, പഠിക്കാതില്ല. അപ്പൊ അവരുടെ ഒരു സോ കോൾ സ്റ്റുഡൻസിന്റെ ഒരു ലുക്കും അപ്പിയറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ലായിരുന്നു, അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. ഇഷ്ടമുണ്ടായിരുന്നോ? ഇഷ്ടമുണ്ടായിരുന്നു. ഞാനിങ്ങനെ എങ്ങനെയും അമ്മയുടെ ഇങ്ങനെ കട്ടെടുത്തിട്ട് ഇങ്ങനെയൊക്കെ വിടും, പക്ഷെ അമ്മ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവും. കാരണം ഐ ഫീൽ ലൈക്ക് ഞാനൊക്കെ പഠിച്ച ഒരു സമയത്ത് അങ്ങനെ ലിപ്സ്റ്റിക്കോ ആകെപ്പാടെ ഇടുന്ന ഇച്ചിരി ലിപ് ബാം ആയിരിക്കും, ബേബി ലിപ്സ്, അത് മാത്രമായിരുന്നു ഇട്ടോണ്ടിരുന്നത്. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇപ്പൊ ഇങ്ങനെ യൂഷ്വലി നമ്മൾ കണ്ടു വളർന്നത് ഈ സ്പോർട്സ് ഡേ കൾച്ചറൽ കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഫുള്ള് ഒരുങ്ങിയൊക്കെ പോവാനായിട്ട്. സ്കൂൾ സൈഡിൽ നിന്ന് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? അവർക്ക് അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാവരോടും ഒന്നും പറയാറില്ല. യൂഷ്വലി ഞാനൊരു സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത്. ബിക്കോസ് എനിക്ക് എല്ലാവരോടും ആ ഒരു എക്സ്പെക്ടേഷൻ വേണ്ട. എക്സ്പെക്ടേഷൻസ് നമുക്ക് അൺനെസസറി ആയിട്ട് ഒരു പ്രഷർ വരും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ലൈക്ക്. സോ ഭയങ്കരമായിട്ടൊന്നും അറിയിച്ചില്ല. പിന്നെ മിസ് സൗത്തിൻ്റെക്ക് നമുക്കൊരു ചാരിറ്റി വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ NICU വാർഡിലേക്ക് നമ്മൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വി ഹാഡ് എ ചാരിറ്റി, ഒരു പ്രോജക്റ്റ് പോലെ. അപ്പം അങ്ങനെ ഡൊണേഷൻ ആയിട്ട് ഒത്തിരി പേരെ അങ്ങനെ അപ്രോച്ച് ചെയ്തായിരുന്നു. സോ ദാറ്റ്സ് വെൻ പീപ്പിൾ കൈൻഡ് ഓഫ് ന്യൂ ദാറ്റ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ മിസ് സൗത്ത് ഇന്ത്യ. മനസ്സിലായി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മോഡലിംഗ് ഒക്കെ ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ സമയത്തൊക്കെ ഇങ്ങനെ ജഡ്ജ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ മോഡലിങ്ങിന് പോകുന്നു, അതായത് വെറുതെ നമ്മുടെ ഒരു മോഡലിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് വെച്ചിട്ടോ ഒക്കെ ഒരുപാട് ജഡ്ജ്മെന്റ്, നമ്മുടെ ബാക്കിലിരുന്ന് ഓരോന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മൈൻഡ് ചെയ്യണ്ട. ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആരെന്നാ വേണേലും പറഞ്ഞോട്ടെ. എന്റെ പാരന്റ്സ് തന്നെ, അപ്പായും അമ്മയും രണ്ടുപേരും എന്നാ പറഞ്ഞാലും ദേ ഡോണ്ട് മൈൻഡ്. അപ്പൊ പകുതി സാധനങ്ങൾ എന്റെ ചെവിയിൽ പോലും എത്തത്തില്ല, ഞാൻ അറിയത്തു പോലും ഇല്ല. അപ്പ എന്ന് പറയുന്ന ഭയങ്കര കൂളായിട്ടുള്ള ഒരു പേഴ്സണാ. എന്ത് കേട്ടാലും മീൻസ് ലൈക്ക് കുറച്ചാൾ കഴിയുമ്പോൾ ദേ വിൽ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്തിനാ വെറി ചെയ്യുന്നത്? പിന്നെ ആളുകൾ പലതും പറയും, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക, അതേ ഉള്ളൂ. റിയാക്ട് ചെയ്യാൻ പോവാറുണ്ടോ എപ്പോഴെങ്കിലും കമന്റ്സ് ഒക്കെ? ഇല്ല, അതിന്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. സോ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഹൈറ്റ്. 5'9" ഉണ്ട്. അതായത് എന്താ നല്ല ഒരു നമ്മൾ ഇവിടുത്തെ പെൺപിള്ളേരിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇന്റർനാഷണൽ മോഡൽസ് ദീപിക പദുക്കോണിനെയൊക്കെ കാണാൻ ആ ഒരു ഹൈറ്റ്. അപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഈ ഹൈറ്റ് എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാതെ വന്നിട്ടുണ്ടോ? അത് എപ്പോഴും ഇഷ്ടമായിരുന്നു ഹൈറ്റ്? This was actually one of my biggest insecurity. ആണല്ലേ? Because obviously സ്കൂളില് ഏറ്റവും ടോളസ്റ്റ് ഞാനാ. എപ്പോഴും ഒരു 9ാം ക്ലാസ് മുതൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ബാക്കി എല്ലാരും ഇത്രയേ ഉള്ളായിരിക്കും എന്റെ. ഞാൻ ഒരുമാതിരി ജയന്റിന് പോലെ ഒരു ബുള്ളിങ് ഉണ്ടായിരുന്നു. പീപ്പിൾ യൂസ് ടു കോൾ മീ തോട്ടിക്കോല്, ജിറാഫ്, ഇതെല്ലാം കേട്ടോണ്ടിരുന്നത് തന്നെയാ. പിന്നെ സ്കൂളില് ഏറ്റവും ബാക്കി നിൽക്കുന്ന ഞാനാ. ആണുങ്ങളെല്ലാരും വെട്ടിച്ചു കളഞ്ഞു. എന്റെ ചേട്ടൻ 6'5". ഓ, പപ്പയോ? അപ്പ 6'2". അപ്പ 6'2", അമ്മ 5'6", 5'7" ഉണ്ടായിരുന്നു. 5'6" എന്ന് പറയാം. അപ്പൊ രണ്ടുപേരുടെ ഹൈറ്റും കൂടെ വന്നപ്പം ചേട്ടൻ 6'5", ഞാൻ 5'9". എന്റെ അനീത്തി അവൾ എന്നെക്കതിന് 1 സെന്റിമീറ്റർ കുറവാ. പിന്നെ അനീത്തിയല്ലേ, അങ്ങനെ ഇരുന്നോട്ടെ. യൂഷ്വലി നിങ്ങളുടെ ഒരു ഫാമിലിയിൽ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ ഹൈറ്റാ. അതെ. പിന്നെ എനിക്ക് ഏറ്റവും ചെറുത് അനീത്തി അനിയനും ഉണ്ട്. അവരിപ്പോ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അയ്യോ, ഞങ്ങൾ 5 പിള്ളേരാ. അവര് ട്വിൻസാ, ഒരു ബോയ് ആൻഡ് ഗേൾ. അവരാണെങ്കിലും 2ാം ക്ലാസ്സിൽ പഠിച്ചാലും ആൾക്കാർ വിചാരിക്കുന്ന 5ാം ക്ലാസ്സിലും അല്ലായിരിക്കും, അത്ര ഹൈറ്റ് ഉണ്ട്. അതെ. അപ്പൊ ഈ ഒരു ഹൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബുള്ളിങ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു ഡീൽ ചെയ്തത്? വിഷമം ഉണ്ടാവാറുണ്ടായിരുന്നോ? കാരണം എനിക്ക് ഒട്ടും നോർമൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും ഒരു കാർഡ് കൊണ്ട് നടക്കണം. യെസ് ഐ ഡോണ്ട് പ്ലേ, ഐ ഡോണ്ട് പ്ലേ ബാസ്കറ്റ് ബോൾ.
എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. കാരണം ഹൈറ്റ് ഉള്ളപ്പം നാച്ചുറലി പീപ്പിൾ വിൽ തിങ്ക് ഓ അങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലായിരിക്കും, അങ്ങനെ ഒരു തോട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുമെന്നാണ് എല്ലാ ആൾക്കാരുടെയും വിചാരം. ശരിക്കും കളിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ കളിച്ചിട്ടില്ല. എന്റെ ചേട്ടൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഹി വാസ് ലൈക്ക് സെലക്ടഡ് ഇൻ ദ ഇന്ത്യൻ ടീം ആൻഡ് ഓൾ. അങ്ങനെ നാഷണൽ ലെവല് കളിച്ചുകൊണ്ടിരുന്ന ആളാ. പക്ഷെ എന്നെ വിട്ടില്ല, അപ്പൊ ഞാൻ പോയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒരു പ്രീ ജഡ്ജ്മെന്റ് ലൈക്ക് പലപ്പോഴും നമ്മൾ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴാണെങ്കിലും ഐ ആം ദ ടോളസ്റ്റ്, സോ എവ്രി വൺ വിൽ ലൈക്ക് ലുക്ക് അറ്റ് യു, യു ഡോണ്ട് ഫീൽ നോർമൽ. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഐ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് ഹൂ ഐ ആം ആസ് എ പേഴ്സൺ ആൻഡ് ഐ എം ഫൈൻ വിത്ത് ദിസ് നൗ. ലൈക്ക് ഐ എം ഹാപ്പി ദാറ്റ് ഐ എം ടോൾ ബിക്കോസ് യു നോ ബാക്കി എല്ലാവരിൽ നിന്നും ഐ ആം യുണീക്ക്. പെട്ടെന്ന് ആളുകൾ നോട്ട് ചെയ്യും. എന്റെ സൗന്ദര്യം കണ്ടല്ലെങ്കിലും എന്റെ ഹൈറ്റ് കണ്ട് ആൾക്കാർ നോട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹൈറ്റ് കൂടുതലുള്ളവരെ കാണുമ്പോഴത്തേക്ക്, എന്റെ സിസ്റ്ററിനൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഒരു 5'8" ഒക്കെ ഉണ്ട്. അപ്പൊ ആളെയൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാരും പെട്ടെന്ന് നിൽക്കുന്നത്, ഈ ചെറുക്കനെ ഇനി എവിടെ ഒപ്പിക്കും. മിസ് കേരള ചേച്ചി കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും ഓ ഇനി ചെറുക്കനെ എവിടെ നിന്ന് കിട്ടും, നമുക്കിനി തപ്പണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു കല്യാണാലോചന ഒരു ഇതിങ്ങനെ വന്നു. ഇപ്പൊ ഐ എം 24. അപ്പൊ വീട്ടിലെല്ലാരും ഒരു 23-24 ആകുമ്പോ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവുന്ന ഒരിതാ. അപ്പോൾ അപ്പായും അമ്മ ഇങ്ങനെ നമുക്ക് സീരിയസ് ആയിട്ട് നോക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അവർ കൊണ്ട് പേടിച്ചു പോയി, ദൈവമേ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരുവാണോ. ഞാൻ മിസ് സൗത്ത് ഇന്ത്യ ഫൈനലിസ്റ്റ് ആയി. അപ്പോൾ ദൈവം ലൈക്ക് ഓക്കെ അങ്ങനെ പോവാം. കാരണം അതുവരെ ബാക്കി എല്ലാ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സും ദൈവം ലൈക്ക് ഒരാളെ കണ്ടുപിടിക്കുക, കെട്ടിച്ചു വിടാം. ഇപ്പൊ പിന്നെ എല്ലാരും മിസ്സിൻ്റെക്ക് പോയിക്കോ മോള് കല്യാണത്തിനെ പറ്റി ആലോചിക്കണ്ട. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബയോഡേറ്റയില് ഇങ്ങനെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തതായിട്ട്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ ഈ ഇൻസെക്യൂരിറ്റിനെ ആണോ? അങ്ങനെയല്ല, ഈ പാരൻസിന് പല ട്രോമാസ് ഉണ്ടല്ലോ, അല്ല പാരൻസിന്റെ ഓരോ ഇൻസെക്യൂരിറ്റീസ് അതെല്ലാം പിള്ളേരിലേക്ക് നമ്മൾ അടിച്ചമർത്തുന്നതല്ല, പേരൻസിന്റെ പല ഫിയേഴ്സും പിള്ളേരിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതാണ് ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞിലെ ഓരോ ട്രോമയായിട്ട് വരത്തില്ലേ. ഇപ്പൊ അച്ഛന് നല്ലപോലെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ കുട്ടിക്ക് അതുപോലത്തെ ഒരു ട്രോമയായിരിക്കും ഫുൾ ത്രൂ ഔട്ട് വരുന്നത്. സോ ഒരു ഹെൽത്തി ആൻഡ് ഗ്രോയിങ് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഒബ്വിയസ്ലി വെൻ ദേ ആർ ഗ്രോയിങ് അപ്പ് ദേ വിൽ ബി മോർ ഹെൽത്തിയർ. അതാണ് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ മിസ് കേരള ജയിക്കുന്നതിന് മുമ്പ് സദർലൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു കൊളീഗ് ഷീ യൂസ് ടു ഹാവ് ആൻസൈറ്റി അറ്റാക്സ് ആൻഡ് ഓൾ. മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആണ് പുള്ളിക്കകത്ത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഹർ മോം ഓൾസോ ഹാഡ് ആൻസൈറ്റി അറ്റാക്സ് ആൻഡ് ഓൾ. ആൻഡ് അമ്മയുടെ പല ആ ഒരു പേടിയും ഇതെല്ലാം ആണ് ഇവക്കും ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ഐ ബിക്കെയിം മോർ അവെയർ അബൌട്ട് ദിസ്. പിന്നെ എന്നെ അനിയനും ഉണ്ടല്ലോ, അവര് ആ ഒരു ജനിച്ച സമയം തന്നെ ഞാനാണെങ്കിലും വീട്ടിൽ കാണുന്ന ഓരോന്നും അമ്മയോട് ഇങ്ങനെ അമ്മ അങ്ങനെ ചെയ്യണ്ട, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയത് അവർക്ക് കിട്ടരുത്. അവരൊന്നും കൂടെ ലൈക്ക് ദേ ഷുഡന്റ് ഫീൽ സ്കെയർഡ് ടു ടോക്ക് ടു അസ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും അവർക്ക് നമ്മളുടെ അടുത്ത് വന്ന് ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണല്ലോ. എനിക്കൊന്നും ആ ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെ പല കുട്ടികളും വേറെ രീതിയിലൊക്കെ പോകുന്നത്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഹോസ്റ്റൽസിലൊക്കെ വന്ന് നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ, എന്റെ വീട്ടില് ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വിടാത്ത പിള്ളേർ. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ സൂസൈഡ് നടന്നില്ലേ, ഒരു 9ാം ക്ലാസ് സൂസൈഡ് ചെയ്ത. അതെന്ത് സാഡാ. ഐ ഫീൽ ലൈക്ക് ഇഫ് ഹി വാസ് ഏബിൾ ടു ടോക്ക് ടു അതേഴ്സ് എ ബിറ്റ് മോർ നമുക്കത് പ്രിവെന്റ് ചെയ്യാറുന്നല്ലോ. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റി അഡ്വക്കേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളത്. ബിക്കോസ് ദ ഫ്യൂച്ചർ ജനറേഷൻ ഇസ് അവർ ഫ്യൂച്ചർ. അവര് ഹെൽത്തി ആയിട്ട് വന്നില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ us ഈവൻ ലിവിങ്. അതുകൊണ്ട് തന്നെയാണോ ഞാൻ സോഷ്യൽ വർക്കർ അതിലോട്ട് തിരിയാമെന്ന് കരുതിയത്? ഞാൻ സോഷ്യൽ വർക്ക് എടുത്തത് തന്നെ സോ ദാറ്റ് സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി റീസെർച്ച് ഒക്കെ ചെയ്തത്. കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഐ വാസ് ഏബിൾ ടു ലൈക്ക് സ്റ്റഡി അബൌട്ട് ഇറ്റ്. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഇൻ പേഴ്സൺ കുട്ടികളോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ? എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, യൂഷ്വലി ഇപ്പം ലിസ് ഒരു പേരന്റ് ആയി കഴിഞ്ഞാല് ലിസിന്റെ ഒരു പേരൻസിന്റെ പേരന്റിങ് ആ സെയിം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരുമോ? ഇല്ല, ഐ തിങ്ക് എൻ്റെ പേരൻസിൻ്റെ കൈൻഡ് ഓഫ് ഹെൽത്തി ആണ്. ബിക്കോസ് ലുക്ക് അറ്റ് മീ,
ലൈക്ക് ഐ എം ഫൈൻ, ഐ എം ഏബിൾ ടു ലൈക്ക് ടോക്ക് ടു ദം ഈവൻ ദോ ഇപ്പം എൻ്റെ ഡ്രീംസിന് അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അപ്പ ഈസ് ഓൾവേസ് ലൈക്ക് ഇഫ് യു റിയലി വോണ്ട് ടു ഡു ഇറ്റ് യു ഡു ഇറ്റ്. അമ്മയാണെങ്കിൽ അമ്മ പിന്നെ എപ്പോഴും ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. ആൻഡ് എൻ്റെ വീട്ടിൽ ഒരിക്കലും ആണെന്നോ പെണ്ണെന്നോ ഒരു വേർതിരിവില്ല. ഐ എം ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്. അങ്ങനെയാ. അല്ലാതെ നീ ഒരു ആണാ അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യണം, നീ ഒരു പെണ്ണാ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. പാത്രം കഴുകണമെങ്കിൽ പാത്രം കഴുകുക, നീ കഴിച്ച പാത്രം നീ തന്നെ കഴുകി വെക്കണം. അങ്ങനെ ബോയ് ആയതുകൊണ്ട് ഗേൾ ആയതുകൊണ്ട് ഒരു ഇതുമില്ല. ഇപ്പൊ കരിക്ക് വെട്ടാൻ പോലും ഞാനിങ്ങനെ ഐ സ്റ്റിൽ റിമെമ്പർ ഫസ്റ്റ് ടൈം കരിക്ക് വെട്ടുന്ന ടൈമില് അപ്പ ഞാനൊരു പെണ്ണല്ലേ അന്നും പറഞ്ഞോണ്ട് നിനക്ക് എന്നെ വെട്ടിക്കൂടെ അങ്ങനെ പറഞ്ഞ്. സോ വെരി സപ്പോർട്ടീവ് ആൻഡ് എപ്പോഴും നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. സോ ഡെഫിനറ്റ്ലി. ഇപ്പം മറ്റേ ബസൂക്ക മൂവിയില് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് മോഡലിംഗ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ഗ്ലാമർ ഫീൽഡ് തന്നെയാണല്ലോ മൂവി ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും എല്ലാം. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാല് ബിഹൈൻഡ് ദ സീൻ എന്താണ് റിയാലിറ്റി, ട്രൂത്ത് എന്താണ്? എനിക്ക് ഇതുവരെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഫോർ മീ സോ ഫാർ ഇറ്റ് ഹാസ് ബീൻ എ ഗുഡ് എക്സ്പീരിയൻസ്. സോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതിനെപ്പറ്റി ഒരു റിയാലിറ്റി ചെക്ക് ആയിട്ട് പറയാൻ എന്താ, ഡെഫിനറ്റ്ലി ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ലൈക്ക്. നമുക്ക് എല്ലാവർക്കും വെൻ ഐ വാസ് ഡൂയിങ് ദ മൂവി ഒരു ടേക്കിൽ ഒരിക്കലും നടക്കത്തില്ലെന്നുള്ള മനസ്സിലായി. ദാറ്റ് വാസ് എ റിയാലിറ്റി ചെക്ക് ഫോർ മീ. ഇൻ മൈ ഹെഡ് ഐ എം തിങ്കിങ് ഒരു പ്രാവശ്യം ആക്ട് ചെയ്താൽ മതി. പക്ഷെ എനിക്കറിയാമല്ലായിരുന്നു ഈ സൈഡിൽ നിന്ന് എടുക്കും, ഈ സൈഡിൽ നിന്ന് എടുക്കും, ഈ സൈഡിൽ നിന്ന് എടുക്കും, ബാക്കിൽ നിന്ന് എടുക്കും. ഐ ഡോണ്ട് നോ, വി ഹാവ് ടു ഡു ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ. അപ്പൊ ദാറ്റ് വാസ് എ റിയാലിറ്റി ചെക്ക് ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ബീയിങ് ആൻ ആക്ടർ ഇസ് നോട്ട് ഈസി. സെയിം തിങ് തന്നെ കുറെ പ്രാവശ്യം ചെയ്യുന്നത്. അത് മാത്രമായിരുന്നു ആക്ടിങ്ങിൽ ഞാൻ കണ്ട ഒരു മേ ബി ബാക്കി എല്ലാവർക്കും അറിയാൻ മേലാത്ത ഒരു ഇത്, ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ അങ്ങനെ. പിന്നെ മോഡലിംഗ് ലൈക്ക് വി ഹാവ് ടു നോ ദ പോസസ് ആൻഡ് ഓൾ. അതാണ് മെയിൻ ആയിട്ട്. നമ്മൾ പോസസ് എപ്പോഴും വി ഹാവ് ടു ഇംപ്രൂവ് അവർ സെൽസ്. അതാണ് മെയിൻ. ഈ പറയുന്ന പോലെ മോഡലിംഗ് ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് മോഡൽ ആകാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ചെറിയ പെൺപിള്ളേരെയൊക്കെ ഇതേപോലെ ഞങ്ങൾ ഇതേപോലെ ഈ ഒരു കമ്പനി നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും ഇതിനിടയിൽ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ നല്ലപോലെ റീസെർച്ച് ചെയ്യണം, അതേ ഉള്ളൂ നടക്കത്തുള്ളൂ. എല്ലാവരും വന്ന് അപ്രോച്ച് ചെയ്യുമായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കണേ അവർ ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ എന്ന് ഗൂഗിളിലെല്ലാം കയറി സെർച്ച് ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഗൂഗിളിലും ചിലപ്പോൾ അവർ ലെജിറ്റിമേറ്റ് ആണെന്നായിരിക്കും കാണിക്കുന്നത്. ഏറ്റവും നല്ലത് നല്ലപോലെ ഡീപ്പായിട്ട് റീസെർച്ച് ചെയ്ത് ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ച്. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും മ്യൂച്വൽസ് ഉണ്ടോ എന്ന് നോക്കും. മ്യൂച്വൽസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് എന്നിട്ടാണ് ഐ വിൽ ഗോ. സോ അതേ ഉള്ളൂ നടക്കത്തുള്ളൂ. നമ്മൾ നല്ലപോലെ അന്വേഷിച്ച് പോകണം. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും സേഫ് ഒരാള്. അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ധൈര്യമാണ്. പേഴ്സണലി അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അപ്പം ആരുടെയെങ്കിലും സ്റ്റോറീസ് ഇതുപോലെ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട്? കാരണം നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ സ്റ്റോറീസ് എന്തെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് അങ്ങനെ കേട്ടിട്ടില്ല. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ അറിയത്തില്ല. പിന്നെ നമ്മൾ പത്രത്തിലേക്ക് കാണുന്ന ഓരോ ഇത് അങ്ങനെ ഒരു ന്യൂസേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലി എനിക്ക് അങ്ങനെ പരിചയമുള്ള ആരുമില്ല. അപ്പൊ ഈ ന്യൂസസ് ഒക്കെ കാണുമ്പോഴായാലും നമ്മുടെ പേരൻസിന് ഇത് കാണുമ്പോഴത്തേക്ക് ഒരു പേടിയാണല്ലോ. അയ്യോ മോഡൽസിന്റെ ഒക്കെ ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് പേരൻസിന് അത് ഭയങ്കര പേടിയായിരിക്കുമല്ലോ നെക്സ്റ്റ് ഒരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ അവരുടെ ഒരു കെയർ എങ്ങനെയാണ് യൂഷ്വലി? എപ്പോഴും കൂടെ വരാറുണ്ടോ? ഇല്ല, എന്റെ പേരൻസ് അങ്ങനെ കൂടെ വരാറില്ല. ഞാൻ പൊതുവെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാ പോകുന്നത്. പിന്നെ അമ്മ എപ്പോഴും ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കും കഴിയാറായോ. പിന്നെ ഐ നോ ഹൗ ടു ഹാൻഡിൽ മൈസെൽഫ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തന്നെ ഇപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം കീപ്പ് എ ലിമിറ്റ്. അതെ, ഞാൻ എപ്പോഴും ഒരു ലൈൻ വരയ്ക്കും, ഒരു ഇൻവെൻസിബിൾ ലൈൻ. അപ്പം അതിനപ്പുറത്തേക്ക് അവർ കിടക്കത്തില്ല. ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ ആ ഒരു ലൈനിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ഡു. അതെ. ഈ എന്താ പറയാ സ്കൂളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രിറ്റി ഗേൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രിറ്റി പ്രിവിലേജും കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ കുറേ പേരെ കണ്ടിട്ട് ഒരു പ്രിറ്റി ആയതുകൊണ്ട് മാത്രം ചില ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുന്നതും കണ്ടിട്ട് പ്രിറ്റി പ്രിവിലേജ് കിട്ടുന്നതും കണ്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? രണ്ട് എക്സ്പീരിയൻസ് ഇല്ല, പ്രിവിലേജ് കിട്ടിയിട്ടേ ഇല്ല. ഡൗൺ ടു എർത്ത് ആയിട്ട് പറയരുത്. അയ്യോ ഉള്ള കാര്യം പറയുമോ? ബിക്കോസ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദിസ്. സ്കൂളിൽ എൻ്റെ പല്ല് കാണണമായിരുന്നു. എൻ്റെ പല്ല് രണ്ടും ഇങ്ങനെ ഇരുന്നത്. അപ്പൊ ബ്രേസസ് ഇട്ട് ശരിയാക്കിയതിന് ശേഷം ഇച്ചിരി പ്രിറ്റി ആയിന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഐ വാസ് എവർ കൺസിഡേർഡ് പ്രിറ്റി ഇൻ സ്കൂൾ. പിന്നെ നല്ല ടോൾ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും
ലൈഫിൽ എപ്പോഴെങ്കിലും ആ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കോളേജ് പഠിച്ചത് BCM കോളേജിലാണ്, വുമൻസ് കോളേജ്. എവ്രി വൺ ഇസ് വെരി പ്രിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ മേ ബി എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് എന്നെ വിലയില്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു വരാറുണ്ട്. ഞാൻ ഓപ്പോസിറ്റ് സംഭവം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മേ ബി എൻ്റെ ക്ലാസ്സിൽ എന്നോട് ആരും അങ്ങനെ സംസാരിക്കാൻ വരത്തില്ലായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് എല്ലാവരുമായിട്ടേക്ക് മിണ്ടിയത്. പിന്നെ ഞാനാണേലും ആദ്യം എല്ലാവരുമായിട്ട് അങ്ങനെ മിണ്ടാൻ പോയില്ല. അപ്പം മേ ബി ദാറ്റ്സ് വൈ. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഞങ്ങൾ എല്ലാരും നല്ല കൂട്ടായി. ആദ്യത്തെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, മിസ് കേരളയാ, ജാടയാണ് അങ്ങനെ. പിന്നെ ഓരോരുത്തർ സംസാരിച്ച് വരുമ്പോ ലൈക്ക് അയ്യോ ഇത് പാവാണല്ലോ, ഒന്നും ഇല്ലല്ലോ, ആ ഒരു അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാറുണ്ട് അല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആളുകൾ എടുക്കുന്നത്. ജാടയാണോ? മേ ബി ഐ തിങ്ക് അറ്റ് ഫസ്റ്റ് എന്നെ കാണുമ്പോൾ ഒരു ഇന്റിമിഡേറ്റിംഗ് ഫീലിംഗ് ഉണ്ടായിരിക്കും ചിലവർക്ക്. പക്ഷെ മിസ് സൗത്ത് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എല്ലാ സ്റ്റൈലിസ്റ്റുമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഈ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അതോ ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യും ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കും? ഒരുപാട് വരാറില്ല, ബിക്കോസ് മൈ ഹൈറ്റ് ഇഷ്യൂ. അതുകൊണ്ട് ഒരുപാടൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് അംബീഷൻ? എന്താണ് ഇനി? ഒബ്വിയസ്ലി നാഷണൽ ലെവൽ പേജൻസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അത് തന്നെ, അതിനു വേണ്ടി ഇനി വർക്ക് ചെയ്യണം. പിന്നെ അറ്റ് ദ സെയിം ടൈം മോഡലിംഗ് ആൻഡ് ആക്ടിങ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ. ഞാൻ എൻ്റെ ചോദിക്കുകയാണ്, ജസ്റ്റ് ഇമാജിൻ ഇപ്പൊ ഈ ഒരു ഫെയിം, ഈ ഒരു ടൈറ്റിൽ, ഇത് ഒന്നുമില്ല ഇല്ലെങ്കിൽ എന്തോർത്തിട്ടായിരിക്കും ലിസിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ പ്രൗഡ് ആവുന്നത്? അത് ഞാൻ എൻ്റെ ഈ മിസ് സൗത്ത് ഇന്ത്യ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ ദിസ് ടൈറ്റിൽ ഐ വോണ്ട് പീപ്പിൾ ടു റിമെമ്പർ മീ ബിക്കോസ് ഐ എം കൈൻഡ്. അതാണ് എനിക്ക് എപ്പോഴും ആൾക്കാർ എന്നെ പറ്റി ഓർത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ആക്ഷൻസ് കാരണമാണല്ലോ ആൾക്കാർ നമ്മളെ ഓർത്തിരിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഒബ്വിയസ്ലി പീപ്പിൾ വിൽ റിമെമ്പർ യു. വി ഓൾവേസ് നീഡ് ടു ബി കൈൻഡ് ടു ഈച്ച് അതർ, ഹെൽപ്പ് ഈച്ച് അതർ. ദാറ്റ്സ് വാട്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇൻ ദി എൻഡ് നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ വേറെ ആരും ഒന്നും അല്ലല്ലോ. നമ്മൾ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സോ എല്ലാവരുമായിട്ട് കൈൻഡ് ആവുക ആൻഡ് ബി ഹെൽപ്ഫുൾ. അപ്പോൾ എന്തായാലും ഇനിയും ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. മൂവി ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ? മൂവി ഇൻട്രസ്റ്റ്. നല്ല നല്ല സിനിമകളുടെ പാട്ടാവാൻ പറ്റട്ടെ. ഹൈറ്റ് ഉള്ളവരെ എടുക്കുക, അതൊരു പ്രശ്നമാണല്ലേ? അങ്ങനെ നല്ല റോൾസ് വന്നിട്ട് ഹൈറ്റിന്റെ കേസ് കൊണ്ട് വിട്ടുപോയിട്ടുണ്ടോ? ഇതുവരെ ആകെ ബസൂക്കേ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ. ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനോ? ഇല്ല, ബസൂക്ക ഞാൻ ഓഡീഷൻ പോലും ചെയ്യാതെയാ സത്യം പറഞ്ഞ വന്നേ. അപ്പോൾ ഞാൻ വേറെ അങ്ങനെ ഇതായിട്ടും അയച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും എടുത്തിട്ടില്ല. ഈ ഒരു കാര്യം കൂടി, ഈ ഒരു പേജന്റില് മത്സരിച്ചവരുടെ കൂട്ടത്തിലെ ടോളസ്റ്റ് ആയിരുന്നോ അതോ ഇതിലും ഹൈറ്റ് ഉള്ളവരുണ്ടായിരുന്നോ? ഞങ്ങള് 3 പേര് ഏകദേശം ടോളായിരുന്നു പറയാം. ഞാനുണ്ടായിരുന്നു, ദുർഗ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ സൗമ്യ. ഞങ്ങൾ 3 പേരും ഏകദേശം സെയിം ഹൈറ്റ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്നെ കണ്ട ഒന്നും കൂടെ ഹൈറ്റ് തോന്നിക്കും. ചിലർക്ക് അങ്ങനെ ഒരു സംഭവം. എല്ലാരും ഇപ്പൊ ആണുങ്ങൾ തന്നെ 5'9" ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവര് ദൂരെ നിന്ന് കാണുമ്പോ അവര് പറയും ഓ എന്നാ ഹൈറ്റ്, എന്നിട്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ നമ്മള് സെയിം ഹൈറ്റ് ആണോ? അപ്പൊ അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ, എന്നെ കണ്ട എന്തോ ഹൈറ്റ് തോന്നിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.